ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വിനോദ സത്യങ്ങളൊക്കെ ഇഷിത എടുത്ത് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ഇഷിത ആകെ ഞെട്ടി നിൽക്കുവാണ്. എന്താ എടുത്തി ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെന്നുണ്ടോ? ഞാൻ എന്തിനാ വിനോദിനെ അവിശ്വസിക്കണത്? എനിക്ക് വിശ്വാസമാണ് വിനോദ്. അല്ലെങ്കിലും എനിക്ക് പല സംശയങ്ങളും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണത്തിന് തൊട്ട് മുമ്പെങ്കിലും മഹേഷിന്റെ വീട്ടുകാർക്ക് സത്യം പറയായിരുന്നു. ഇപ്പൊ വിനോദ് അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർക്കോ എനിക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ശരിയാ, ഏടത്തിക്കോ ഏടത്തിയുടെ വീട്ടുകാർക്കും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ മഹേഷ് ഏട്ടന എന്നോട് വെറുപ്പായിരുന്നു ഏടത്തി. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. എന്തായാലും മഹേഷ് ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയണം ഏടത്തി. അത് മാത്രല്ല, എനിക്ക് എന്റെ ഏട്ടനോട് സോറി പറയണം. ഏട്ടായിട്ട് പഴയ പോലെ കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ജീവിക്കണം. അതിന് ഏടത്തിക്ക് വിചാരിച്ചാൽ മാത്രം നടക്കുള്ളൂ. എനിക്ക് എന്റെ വീട്ടിൽ പഴയ പോലെ വരണം ഏടത്തി. നിങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് നാള് അമ്മയുടെയും അച്ഛന്റെയും ഏട്ടന്റെയും ഒന്നും സ്നേഹം അനുഭവിക്കാണ്ട് കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണം. ചിപ്പിമോള്, അതുപോലെ തന്നെ ഏട്ടൻ, ഏടത്തി, അമ്മ, അച്ഛൻ, ചേച്ചി, അങ്ങനെ എല്ലാവരുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് പറയുമ്പോഴേക്കും വിനോദ് വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ. അല്ല, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യം മഹേഷേട്ടനോട് ഒരിക്കലും പറയില്ല കേട്ടോ. പിന്നെ എന്നോട് ദേഷ്യം കൂടെയുള്ളൂ. ഞാനായിട്ട് ഒരിക്കലും പറയില്ല. നോക്കട്ടെ, മഹേഷ് പറയുമെന്നൊന്ന് നോക്കാം, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറയാണ്. ശരി ഏടത്തി എന്ന് പറയുന്നുണ്ട്. അല്ല ഏടത്തി, എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിനാ? സുചിത്ര അടുത്ത് പറയാൻ പറ്റാത്ത കാര്യമുണ്ടല്ലേ എന്നോട് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു വിശ്വാസമുണ്ട് വിനോദിലെ. കാരണം എന്താണെന്നറിയാവോ? എന്തൊക്കെ പറഞ്ഞാലും വിനോദിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും എവിടെ അവതരിപ്പിക്കണമെന്നും അതുപോലെ തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും എല്ലാം നന്നായിട്ട് അറിയാം. നല്ല പക്വതയുണ്ട്. സത്യം പറഞ്ഞാൽ മഹേഷിനെക്കാളും പക്വതയുണ്ട് വിനോദിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അനുഭവങ്ങൾ കുറെ ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം മഹേഷ് ഒരു പ്രശ്നം ഉണ്ടായിക്കനെ അതേന്ന് ഒളിച്ചോടാനേ ശ്രമിക്കാറുള്ളൂ. വിനോദിനെ അറിയില്ലായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എനിക്കറിയാം ഇടത്തി, എല്ലാം എനിക്കറിയാം. വിനോദിന് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാന്നേ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. എനിക്കറിയാം ഏട്ടനെ ഒരു പാവമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവാനേ ഏട്ടൻ ശ്രമിക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആ പ്രശ്നം എവിടെയെന്നാണ് വന്നേന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ സമാധാനമായിട്ട് ഇരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അതാ വേണ്ടത്. ആ ഒരു സ്വഭാവം മഹേഷിനില്ലാത്തത്. മഹേഷിന്റെ പരാജയം തന്നെയാണ്. മഹേഷിന് എല്ലാവരും മുതലെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ്. ശരിയെടുത്തി, എന്നാ സമയം ഒത്തിരി ആയില്ലേ, ഇനി വീട്ടിൽ അന്വേഷിക്കേണ്ട എന്ന് പറയാണ്. അമ്മ ചെറിയൊരു അമ്മായിമ്മ പോരൊക്കെ എടുത്തെടുത്ത് എടുക്കുന്നുണ്ടല്ലേ? അത് വിനോദിനോട് എന്നോട് അമ്മ അച്ഛനൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ട്. ആ ഒരു അനുവാദം ഏട്ടൻ കൊടുത്തിട്ടുണ്ട്. ഓ അങ്ങനെ. കുഴപ്പമൊന്നുമില്ല. അമ്മേനെ പാവമാണ്. ഇടക്ക് മഞ്ജു വെച്ചിട്ട് എരിപിരി കയറ്റി കൊടുക്കും. അതിന്റെ പ്രശ്നമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി എടുത്തി. എന്നാ ശരി, ഞാൻ എടുത്തിനെ കൊണ്ടേ ആക്കണോ? ഓ വേണ്ടെന്നേ, ഇവിടുന്ന് അടുത്ത് തന്നെയല്ലേ, ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഇറങ്ങി കേട്ട് ഇഷിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും എന്തായിരിക്കും മഹേഷ് ഈ ഒരു വലിയ രഹസ്യം തന്നോട് പറയാത്തതിന് കാരണം? ഇത്ര വലിയൊരു രഹസ്യം ഒളിപ്പിക്കാൻ വേണ്ടി മാത്രം, മറയ്ക്കാൻ വേണ്ടി മാത്രം അത്ര വലിയ തെറ്റ് എന്തിനാണ് താൻ ചെയ്തത് എന്നൊക്കെ രീതിയിൽ ഇഷിത ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുക കേട്ടോ. ശേഷം ഇഷിത എന്തായാലും മഹേഷിന്റെ വായന ഈ സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ, ഞാനായിട്ട് ഒരിക്കലും ഇത് പറയില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇഷിത വീട്ടിലേക്ക് പോണത്. അതേസമയം രാത്രി തന്നെ നമ്മുടെ ആദി തിരിച്ചു ഊട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ. അപ്പൊ ആകാശിനോട് പറയുന്നുണ്ട്, ആദിനെ നോക്കി കൊണ്ടുപോകണം കേട്ടോ. എടോ, ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് ആക്കുന്നുള്ളൂ, അവിടെ സ്കൂൾ ബസ് ഉണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, താൻ ടെൻഷൻ അടിക്കണ്ട. ശരി, അമ്മക്ക് മോനോട് എന്തെങ്കിലും രഹസ്യം പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കാറിലുണ്ടാവും. ഓക്കെ ആദി, ഓക്കെ പപ്പ എന്ന് ആദി പറയാണ്. ശേഷം രചന പറയണ്ട്, മോനെ ആദി നോക്ക്, നമ്മുടെ രണ്ടുപേരുടെ പൊതു ശത്രു എന്ന് പറഞ്ഞ മഹേഷാണ്. അറിയാലോ, മഹേഷ് നിന്റെ അനിയത്തി, അതായത് എന്റെ മോളെ എടുത്തോണ്ട് പോയി. ഇപ്പൊ അവൾക്ക് എന്നെ കാണാൻ ദേഷ്യമാണ്. എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം നീയും ആകാശമാണ്. അതുകൊണ്ട് എന്റെ മോൻ എന്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ അമ്മക്കറിയാലോ, അമ്മയെ കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആകാശങ്ങളിനെയാണ്. ഓ സോറി പപ്പ, അങ്ങനെ വിളിക്കണമെന്ന് ആകാശങ്ങൾ പറഞ്ഞത്. എന്തായാലും ഞാൻ കേരളത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെയും അതുപോലെ തന്നെ ആകാശങ്ങളുടെ വിവാഹമാണല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയാണ്. അതേ മോനെ, നമ്മൾ ഒരുമിച്ച് നിന്ന് മഹേഷിനെ തകർക്കണം, ആകാശിനെ വിജയിപ്പിക്കണം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും അമ്മ എന്ന് പറയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, എന്റെ മോൻ പോയിട്ട് വാ. കുറച്ചു ദിവസം കഴിഞ്ഞ് മോനെ എപ്പോഴും സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാലോ. ശരിയമ്മ എന്ന് പറയാണ്. അങ്ങനെ ആകാശിന്റെ കൂടെ ആദി വണ്ടിയിലേക്ക് കയറുവാട്ടോ. അങ്ങനെ കുറച്ചു ദൂരം ട്രാവൽ ചെയ്യുമ്പോഴേക്കും ആകാശ് ഓരോന്നൊക്കെ ആദിയുടെ മനസ്സിലേക്ക് പിടിച്ച് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മഹേഷ് വളരെ മോശപ്പെട്ട ഒരാളാട്ടോ. ഞാൻ നിന്റെ അമ്മയുള്ളതുകൊണ്ട് പലതും പറയാത്തത്. മഹേഷിന് ഇഷിത മാത്രമല്ല, വേറെ പല പെണ്ണുങ്ങളായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. ഇഷിത എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ പെണ്ണ് മാത്രമല്ലെന്നേ, കഴിഞ്ഞ ദിവസം അവരുടെ ഓഫീസിൽ ഏതോ പെണ്ണായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അയാൾ അത്ര വൃത്തികെട്ടവനാണോ? സത്യമാണെന്നേ, നിന്റെ അമ്മയുടെ മുമ്പിൽ ഇതൊന്നും പറയാത്തതിനെ കാരണേ, അമ്മയുടെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനാണല്ലോ, എനിക്കത് ഇഷ്ടമല്ല ഡാഡി എന്ന് പറയണത്. ശരി ശരി ആയിക്കോട്ടെ, പക്ഷെ ബന്ധം കൊണ്ട് നിന്റെ ഡാഡി തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അമ്മക്ക് ഫീൽ ആയാലോ വെച്ചിട്ട് പറയാതിരുന്നത്. പല ചീത്ത സ്വഭാവങ്ങളുണ്ട്. മദ്യപിക്കും, പുകവലിക്കും, പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുടെ ബന്ധമൊക്കെ ഉണ്ട്. അതൊരു വൃത്തികെട്ട ആള് തന്നെയാട്ടോ മോനെ. പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മേനെ കാണാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നെന്നേ, ഞാൻ പറഞ്ഞില്ലേ മോനോട്, അങ്ങനെ പല വട്ടവും വരാറുണ്ട്. നിന്റെ അമ്മേനെ കയറി പിടിക്കാറ് പോലും ഉണ്ട് മോനെ. വൃത്തികെട്ടവൻ, അയാൾ ഇനി വരട്ടെ, അയാൾ തല തന്നെ പൊട്ടിക്കും ഞാൻ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ആകാശിനെ സന്തോഷം.
സന്തോഷമാവാട്ടോ. ആ ദേ സ്കൂൾ ബസ് വന്നല്ലോ എന്ന് പറയാണ്. ആ മോനെ ആദി, എന്നാൽ മോൻ വണ്ടിയിലേക്ക് കയറിക്കോളൂലേ? ആ ഞാൻ കയറിക്കോളാം അങ്കിൾ, അങ്കിൾ പോയിക്കോ. അങ്കിളല്ല പപ്പ. ആ സോറി പപ്പ, പപ്പ പോയിക്കോ, ഞാൻ കേറിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ആകാശ് വണ്ടിയിലേക്ക് കയറുവാണ്. തൊട്ടു പിന്നാലെ ആദ്യം സ്കൂൾ ബസ്സിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് ആകാശ് വണ്ടി എടുക്കുന്നത്. പക്ഷെ സ്കൂൾ ബസ്സിലേക്ക് ഇരിക്കണ ആദ്യം തൊട്ടപ്പുറത്ത് ഒരു ചെറിയ പെട്ടിക്കട കാണാണ്. അതായത് അവിടെ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടയാട്ടോ. ആ കടയിൽ നിന്ന് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ആ കടയിലേക്ക് കയറാണ്. ചേട്ടാ ഒരു 5 ബിങ്കോ, ലേസ്, മിഠായി, ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ നിറയെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് വരുവാട്ടോ. അപ്പോഴേക്കും ബസ് വിടാനായിട്ട് പോവാട്ടോ. ബസ് വിടാൻ പോകുമ്പോഴേക്കും ആദ്യം ഞാൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കവറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടി വരേണ്ട സമയത്ത് പുറകിലെ വണ്ടി വരുന്നത് ആദ്യം ശ്രദ്ധിക്കില്ല കേട്ടോ. പുറകിൽ ഒരാളുണ്ടാവും. അയാൾ വണ്ടി ഇടിച്ചിട്ട് അതിന് തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആകാശത്തിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, പുറകിൽ എന്തൊരു ആക്സിഡന്റ് നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ആക്സിഡന്റ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇനി ആദ്യം എങ്ങാനും അവൻ ബസ്സിൽ കയറി പോയതാണല്ലോ, എന്തെങ്കിലും ആവട്ടെ, സമയം ഒത്തിരി വൈകി, രചന കാത്തിരിക്കുന്നുണ്ടാവും, ഇന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പൊ നമ്മുടെ ആദിക്കാണ് അപകടം പറ്റിയിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ വണ്ടിയിൽ നമ്മുടെ ഇഷിത വരുന്നുണ്ട്. ഇഷിത ഈ അപകടം നേരിട്ട് കാണുന്നുണ്ട്. ഇഷിത ആകെ ഷോക്കായി പോവാണ്. ഇഷിത കാറിൽ നിന്ന് വേഗം ഓടി ഇറങ്ങണം നോക്കുമ്പോൾ ആദ്യം ബോധമില്ലാണ്ട് കിടക്കാട്ടോ, രക്തത്തിൽ കുളിച്ചിട്ട്. ഇഷിത അപ്പൊ തന്നെ പൊക്കിയെടുത്തിട്ട് ഇഷിതയുടെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. അപ്പൊ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ തുറന്ന് പെട്ടെന്നുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ഇഷിത ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കുറച്ച് സീരിയസ് അവസ്ഥയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ICUയിലൊക്കെ കിടത്തുവാണ്. അതിനുശേഷം ബാൻഡേജ് ഒക്കെ ഒട്ടിക്കുന്നുണ്ട്. കയ്യും കാലൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമാണെങ്കിൽ തകർത്ത് അഭിനയിക്കാൻ പോണ ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോണത്. കൈൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു പ്രൊമോ കാണിച്ചത് ഓർമ്മയുണ്ടോ? ആദ്യം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇഷിതടുത്ത് പറഞ്ഞ കാര്യം എൻ്റെ അമ്മയല്ലേ എന്ന്. അത് വേറൊന്നല്ല, ആദ്യക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് കാണിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ ഇഷിതയായിട്ട് കുറച്ച് അടുത്തിട്ട് അവർക്ക് നല്ലൊരു പണി കൊടുക്കണം. അതാണ് ആദ്യയുടെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ ആദ്യക്ക് ബോധം വരുമ്പോഴേക്കും ഇഷിതൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. മോന്റെ പേരെന്താ, മോൻ എവിടെയാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കാണ്. ഇത് ഹോസ്പിറ്റലല്ലേ എന്ന് ആദ്യം ചോദിക്കാണ്. അതേ മോന്റെ പേരെന്താ? അതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ, അതെ എന്നെ ഡോക്ടർ എന്ന് വിളിക്കൊന്നും വേണ്ട കേട്ടോ, ഡോക്ടർ ആന്റി എന്ന് വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഡോക്ടർ ആന്റി, എനിക്കതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അല്ല മോൻ സ്കൂളിൽ ബസ് കയറാൻ പോവായിരുന്നു, മോൻ ഏത് സ്കൂളിലാണ് പഠിക്കണത്? അതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മോൻ ചോദിച്ചോ, ഇത് ഡോക്ടർ ആന്റി അല്ല എൻ്റെ അമ്മയല്ലേ? അമ്മയോ? മോൻ എന്തൊക്കെയാ പറയണത്? അതെ എന്റെ അമ്മ തന്നെയാ, എനിക്കറിയാം എന്റെ അമ്മയാണെന്ന്. വെറുതെ എന്നോട് കള്ളം പറയല ഡോക്ടറൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സല്ലല്ലോ ഇടുന്നത്, വൈറ്റ് ഡ്രസ്സല്ലേ, ഇത് സാരിയല്ലോ എടുത്തിരിക്കണത്, എന്റെ അമ്മ തന്നെയാ, എനിക്കറിയാം എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതനെ കെട്ടിപ്പിടിക്കാണ് ആദ്യം. ഇഷിതക്കും പെട്ട വല്ലാത്ത പോലെ തോന്നും കേട്ടോ. കാരണം ആ കുട്ടിക്ക് ആ ഒരു ആക്സിഡന്റ് ഭയങ്കര ഷോക്ക് പറ്റി, തലയ്ക്ക് എന്തോ പറ്റി, അതുകൊണ്ടാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതെന്നാണ് ഇഷിത വിചാരിക്കുന്നത്. ഇഷിത അങ്ങനെ ആദ്യത്തെ പറയേണ്ട, അതെ മോന്റെ അമ്മ തന്നെയാ ഞാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ നെറ്റിയിൽ കൊടുക്കുകയാണ്. ആദ്യം അത് മുതലെടുക്കാട്ടോ, ഇവർക്കൊരു പണി കൊടുക്കണം. മഹേഷിനും ഇവർക്കും നല്ലൊരു പണി കൊടുക്കണം. എന്റെ ചിപ്പിനെ തിരിച്ചു മേടിച്ച് അമ്മക്കൊരു സർപ്രൈസ് ചിപ്പിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നൊക്കെയാണ് ആദ്യയുടെ ഉദ്ദേശം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി അടുത്ത ആഴ്ച വരാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.